തീരുവ യുദ്ധത്തിലായിരുന്നു ട്രംപും യുഎസും. വലിയ വെല്ലുവിളിയാണ് ട്രംപ് നടത്തിയത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഉയർന്ന പകരം തീരുവ ചുമത്തി. ആഗോളതലത്തിൽ ഉയർന്ന പ്രതിഷേധം വകവയ്ക്കാതെ നിലപാടുമായി ട്രംപ് മുന്നോട്ട് പോയി. ചൈന പോലുള്ള രാജ്യങ്ങളെ അടിക്കാനുള്ള വടിയായും ട്രംപ് പകരം തീരുവയെ ഉപയോഗിച്ചു. പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തി പകരം തീരുവ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതോടെ ഓഹരി വിപണി ഇടിഞ്ഞു തകർന്നു. ട്രംപും കൂട്ടരും ഓഹരി തകർച്ച പ്രതീക്ഷിച്ചതിനാൽ അത് കാര്യമാക്കിയില്ല. പിന്നീടുണ്ടായത് ട്രംപിനെയും സംഘത്തെയും ശരിക്കും വിറപ്പിച്ചു. അതോടെ തീരുവ നടപ്പാക്കുന്നതിൽ നിന്ന് ട്രംപ് പെട്ടെന്ന് തന്നെ പിന്മാറുകയും ചെയ്തു. ട്രംപിൻ്റെ പെട്ടെന്നുള്ള മനംമാറ്റത്തിന് കാരണമെന്താണ്? US ട്രഷറി ബോണ്ടുകൾ ഇടിഞ്ഞതാണ് ട്രംപിനെ ഞെട്ടിപ്പിച്ചത്. നിക്ഷേപകർ ബോണ്ടുകൾ വിറ്റഴിക്കാൻ തുടങ്ങി. ബോണ്ട് നിക്ഷേപ വരുമാനം കൊണ്ടാണ് US ജീവിച്ചു പോകുന്നത്. ബോണ്ടുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ തുടങ്ങിയതോടെ ട്രംപ് അന്തം വിട്ടു. അതോടെയാണ് പകരം തീരുവ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ട്രംപ് നിർബന്ധിതനായത്. ഓഹരി വിപണിയിലെ തകർച്ച പ്രതീക്ഷിച്ചതായിരുന്നു. ട്രഷറി ബോണ്ടുകളുടെ തകർച്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ട്രംപും കൂട്ടരും അത് പ്രതീക്ഷിച്ചതേയില്ല. അതിനിടയിൽ ട്രഷറി മുൻ സെക്രട്ടറി ലോറൻസ് സമ്മേഴ്സ് സാമ്പത്തിക തകർച്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയതോടെയാണ് തീരുവകൾ മരവിപ്പിക്കാൻ ട്രംപ് നിർബന്ധിതനായത്. ട്രഷറി ബോണ്ട് തകർച്ച എങ്ങനെയാണ് US ബാധിക്കുന്നത്? US വലിയ സാമ്പത്തിക ശക്തിയൊക്കെ തന്നെയാണ്. എന്നാൽ US രാജ്യാന്തര കടം അതിഭീകരമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. 36.2 ലക്ഷം കോടി ഡോളർ വരും അത്. വിവിധ രാജ്യങ്ങളും ബാങ്കുകളും US ബോണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ ബുദ്ധിമുട്ടില്ല. അതിനാൽ ബോണ്ടുകളിൽ വൻ നിക്ഷേപം വരുന്നു. 1,07,900 കോടി ഡോളറാണ് ജപ്പാൻ്റെ നിക്ഷേപം. ചൈനയ്ക്കുള്ളത് 76,000 കോടി ഡോളറിൻ്റെ ബോണ്ട് നിക്ഷേപമാണ്. ഇന്ത്യ US ബോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 22,500 കോടി ഡോളറാണ്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ പണം കൊണ്ടാണ് US മുന്നോട്ട് പോകുന്നത്. ഈ വരുമാനം കൊണ്ടാണ് US ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും അല്പവും അതിശയോക്തിയില്ല. തീരുവകൾ കൂട്ടിയപ്പോൾ ബോണ്ട് വരുമാനം കൂടി. ബോണ്ട് പലിശ കൂടിയപ്പോൾ നിക്ഷേപകർ കൂട്ടത്തോടെ ബോണ്ടുകൾ വിൽക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായി ബോണ്ടുകളുടെ വില കുത്തനെ ഇടിഞ്ഞു. സാധാരണ ബോണ്ട് നിക്ഷേപത്തിലൂടെ പണം US വന്നുകൊണ്ടിരുന്നത്. എന്നാൽ US നിന്ന് പണം പുറത്തേക്ക് പോകുന്ന സ്ഥിതിയായി. ഇതോടെ അപകടമണത്ത ട്രംപ് തീരുവ മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ സാഹചര്യം വരുത്തിയ നഷ്ടത്തിൽ നിന്ന് പെട്ടെന്ന് കരകയറാൻ US സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല US ബോണ്ടുകളിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനിടെ ട്രംപിൻ്റെ പകരം തീരുവയെ ഭയക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ചൈന രംഗത്ത് വന്നു. US ഏകപക്ഷീയമായ ഭീഷണിയാണ്. ഇതിനെ ചെറുക്കാൻ യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് നിൽക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ഇത് നീതി സംരക്ഷിക്കുന്നതിന് ആവശ്യമാണ്. ചൈന യുദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചൈന യുദ്ധങ്ങളെ ഭയക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് US ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം നടപടികൾ നിർത്തണം. US തന്ത്രങ്ങളൊന്നും ചൈനയെ ബാധിക്കില്ലെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞു. പകരം തീരുവ നയം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയിരുന്നു. ട്രംപിൻ്റെ നടപടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന. ചൈനയിലേക്കുള്ള US ഇറക്കുമതിക്ക് 125% അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. നേരത്തെ 84% തീരുവയായിരുന്നു ചൈന പ്രഖ്യാപിച്ചത്. പുതിയ തീരുവ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ചൈന അറിയിച്ചു.